ജീവിതത്തെ ഒറ്റിക്കൊടുത്ത ഞാൻ യൂദാസ് കറിയോത്ത പാപം ചെയ്തിരിക്കുന്നു. നിർമ്മലമായ ഒരു ആട്ടിൻകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു. പാപിയാണ് ഞാൻ, മഹാപാപിയാണ് ഞാൻ. യൂദാസ്, നീ എങ്ങനെ പാപിയാവും? നീ തീർത്തും നിർധനനാണ്. നിനക്ക് ജീവിക്കാൻ ധനം അതാവശ്യമായിരുന്നു. നിന്റെ കുടുംബത്തിന് അത് വേണമായിരുന്നു. വേണ്ട വേണ്ട, ജീവന തുല്യം എന്നെ സ്നേഹിച്ച് ഗുരുവിനെ ഒറ്റിക്കൊടുത്തവനാണ് ഞാൻ. എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അർഹതയില്ല. ഇതൊക്കെ നിന്റെ തോന്നലുകളാണ്. യൂദാസ്, നീയാണ് ശരി, നീയാണ് സത്യം, നീ ചെയ്തതാണ് ശരി. രാവിന്റെ മറവിൽ കപടത നിറഞ്ഞ മനസ്സോടെ സ്വന്തം ഗുരുവിനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതാണോ ശരി? അന്ന് ആ ചുംബനം എന്റെ ശരീരത്തിൽ ഒരു പൊള്ളലായി അഗ്നിയായി ആളി പടരുകയായിരുന്നു. അല്ല യൂദാസ്, നീയാണ് ശരി. നിന്റെ പ്രവൃത്തികൾ അതെല്ലാം അനിവാര്യമായതാണ്. സ്വന്തം ജീവനേക്കാളേറെ ശിഷ്യഗണത്തെ വിശ്വസിച്ച എന്റെ പ്രിയ ഗുരുനാഥൻ, അവന് ഞാനിട്ട വില 30 വെള്ളിക്കാശ്. ഈ യൂദാസ് ഒരു ധനമോഹിയായിരുന്നോ? അല്ല. പിന്നെ എപ്പോൾ പിഴച്ചു എനിക്ക്? അഭിശപ്ത നിമിഷം ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എല്ലാം ഒരു മരീചിക പോലെ. യൂദാസ്, സ്വന്തം ഗുരുവിന്റെ രക്തത്തിനും ജീവനും വിലകിട്ട് നീ സമൃദ്ധമായി രക്ഷപ്പെട്ടു. യൂദാസ്, ഈ പ്രപഞ്ചത്തിന്റെ ഏതു നിഗൂഢതയിൽ ഒളിച്ചാലും ബറാബാസിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കാവില്ല. അസ്തമയം അത് നിനക്ക് അനിവാര്യമായിരിക്കുന്നു. അസ്തമയം അത് യൂദാസ് കാത്തിരിക്കുകയാണ്. തീരട്ടെ, എല്ലാം ഒന്ന് അവസാനിക്കട്ടെ. ഞാൻ കാത്തിരിക്കാം ബറാബാസ്. ഒരേ പാത്രത്തിൽ നിന്നും അപ്പവും വീഞ്ഞും ഒന്നിച്ചു ഭക്ഷിച്ചിട്ട് ഒരു കള്ളനെ പോലെ സ്വന്തം ഗുരുവിനെ വെറും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് മരണത്തിന്റെ താഴ്വരകളിലേക്ക് തള്ളിയിട്ട യൂദാസ്, നിനക്ക് മാപ്പില്ല. അറിയാം, മാപ്പിനിരക്കാൻ കെൽപ്പില്ലാത്ത, ത്രാണിയില്ലാത്ത വെറും ശവമാണിപ്പോൾ യൂദാസ്. പക്ഷേ ആ പണം ഈ യൂദാസിന് വേണ്ട. അത് യൂദാസിനെ ഒറ്റുകാരനാക്കിയ, വഞ്ചകനായ യൂദാസാക്കി മാറ്റിയ അധികാര പുരോഹിത കപട ശാസ്ത്രങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞു. അത് പാപത്തിന്റെ ശമ്പളമാണ്, രക്തത്തിന്റെ വിലയാണ്. അതിന് ഇനി മുതൽ തലയോട്ടിയിടത്തിന്റെ വില മാത്രം. ബറാബാസ്, അതിനാണ് നീ എന്നെ തേടി എത്തിയെങ്കിൽ എന്റെ തെറ്റുകളെ തിരുത്തി ഞാൻ മുൻപോട്ട് പോകുന്നു. അത് എന്റെ ഗുരുനാഥനുള്ള ഗുരുദക്ഷിണയായി മാറട്ടെ. അപ്പോൾ നിന്നെയും പശ്ചാത്താപം പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ രക്ഷപ്പെട്ടു. പക്ഷേ യൂദാസ്, നീ ഇതുകൂടി കേൾക്കുക. മരണത്തിന്റെ വഴികളിലെ അവസാനത്തെ പടികളും താണ്ടി അന്തിമ നിമിഷങ്ങൾക്കായി കാതോർത്തിരുന്ന ഞാൻ മരണം വരിക്കാൻ, അതിനെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്ന എന്റെ മുൻപിലേക്ക് പീലാത്തോസിന്റെ സൈന്യാധിപൻ കടന്നുവന്ന് ബറാബാസിനെ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന കൽപ്പന അറിയിച്ചപ്പോൾ എനിക്കത് വിശ്വസിക്കാനായില്ല.
ആ രാജ്യത്ത് കലാപവും അക്രമവും അഴിച്ചുവിട്ട് ക്രമസമാധാനവും അസ്വസ്ഥതയും വാരിവിതച്ച ബറാബാസ് എന്ന രാജ്യദ്രോഹിയെ വിട്ടയച്ചുകൊണ്ട് ഒരു സാധു മനുഷ്യനെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനും സഹോദരങ്ങളെ പോലെ ആയിരിക്കുവാനും പഠിപ്പിച്ച യേശുവിനെ ക്രൂശിക്കാനും രാജ്യദ്രോഹിയായ ബറാബാസിനെ വിട്ടയക്കാനുമുള്ള പീലാത്തോസിന്റെ കൽപ്പന. കഷ്ടം ബറാബാസ്. ഹൃദയം നിറങ്ങുന്ന നിന്റെ ഈ വിലാപം, നിന്റെ പശ്ചാത്താപം, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിന്റെ മാനസാന്തരം പാപിയായ